നമ്മുടെ കേരള സിലബസ് മലയാളം ടെക്സ്റ്റ് ബുക്കില്ലേ അതിലുള്ള പെയിന്റിങ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു വാട്ടർ കളർ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആയിട്ട് കളേഴ്സ് കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനത്തെ പെയിന്റിങ്സ് കാഴ്ചയിൽ വാട്ടർ കളർ ഒക്കെ തന്നെ ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്നത് നല്ല കട്ടിയായിരിക്കും. ആസ് എ ബിഗിനർ ഇൻ വാട്ടർ കളർ എൻ്റെ അടുത്ത് പലരും പറഞ്ഞു തന്നിട്ടുള്ളത് എവിടെ കളർ ചെയ്യണം എന്നതിലുപരി എവിടെ കളർ ചെയ്യരുതെന്ന് ശ്രദ്ധിച്ചാൽ എൻ്റെ വാട്ടർ കളേഴ്സ് ഒക്കെ കുറച്ചുകൂടെ നല്ലതാകുമെന്നായിരുന്നു. ആ ഒരു റൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കേരള സിലബസ് മലയാളം ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളതെല്ലാം ഒരു ഡാർക്ക് വൈബാണ്. അതായത് എത്ര സോഫ്റ്റ് ഇമേജ് ആണെങ്കിലും അത് ഫുള്ളി കംപ്ലീറ്റ്ലി ഡാർക്ക് ചെയ്തായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ പെയിന്റിങ്ങും അങ്ങനെയാണ്. പെയിന്റിങ് മുന്നോട്ട് പോകുന്തോറും ഈ ഒരു സോഫ്റ്റ് വൈബ് ഒന്നും കാണത്തില്ല. നല്ല കറുപ്പിൽ തന്നെ ഞാൻ തുടങ്ങി. എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലായിരുന്നു. പിന്നെ ഒരു വഴിക്ക് പോവല്ലേ, എന്നാൽ പിന്നെ മൊത്തത്തിൽ അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചു. ആകെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സോഫ്റ്റ് ഇമേജസിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്ന സാധനം. അപ്പോൾ ആ വിങ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും സോഫ്റ്റ് ആയിരുന്നു. അവസാനം അതിൻ്റെ അകത്ത് ഗ്രീനൊക്കെ ആഡ് ചെയ്ത് കുറച്ചൊന്ന് ഡാർക്ക് ആക്കേണ്ടി വന്നു. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഫൈനൽ റിസൾട്ട് ഇങ്ങനെയൊക്കെയായി. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.